അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം കൃത്യമായും വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം, കോളത്തിൽ ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. യാസീൻ എന്നതിലെ മദ്. ഓപ്ഷൻസ് ലാസിം, ആരില്, ലീൻ. ഏതാണ് ശരിയുത്തരം? അതെ, ലാസിമാണ്. 2. മദ്ദുൽ ലാസിം നീട്ടൽ നിർബന്ധമാണ്. ഓപ്ഷൻസ് 2 ഹർക്കത്ത്, 2 അലിഫ്, 6 ഹർക്കത്ത്. ശരിയുത്തരം ഏതാണ്? 6 ഹർക്കത്ത്. 6 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ 3 അലിഫാണ്. മൂന്നാമത്തത് നോക്കൂ. വസ്സമാഇ ബിനാഅ എന്നതിൽ വഖഫ് ചെയ്യണം. ഓപ്ഷൻസ് നോക്കൂ. ഹംസയിൽ, അലിഫിൽ, തൻവീനിൽ. നാം ഇപ്പോൾ എങ്ങനെയാണ് വഖഫ് ചെയ്തത്? അതെ, അലിഫിലാണ്. അപ്പോൾ ശരിയുത്തരം അലിഫിൽ. 4. മുസഫിലുള്ള ഹുറൂഫുൽ മുഖത്തഅ. ഓപ്ഷൻസ് 20, 14, 10. ശരിയുത്തരം 14. 5. മദുൽ ആരിൽ നീട്ടലാണ് നല്ലത്. ഓപ്ഷൻസ് 1 അലിഫിൻ്റെ ഖദർ, 3 ഹർക്കത്തിൻ്റെ ഖദർ, 3 അലിഫിൻ്റെ ഖദർ. ശരിയുത്തരം 3 അലിഫിൻ്റെ ഖദർ. 6. മദ്ദുൽ ലാസിമിന് ഉദാഹരണം. ഇവിടെ 3 ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മദ്ദുൽ ലാസിമിന് ഉദാഹരണം എന്ന് പറയണം. ഓപ്ഷൻസ് നോക്കൂ. ഖാഫ്, ഷാഅ, തുഫ്ലിഹൂൻ. ഏതാണ് ശരിയുത്തരം? അതെ, ഖാഫ്. ഇതാണ് നാം 3 അലിഫ് വരെ നീട്ടുന്നത്. അടുത്ത പ്രവർത്തനം, ചേറുംപടി ചേർക്കുക. 7. മദ്ദുൽ മുത്തസിൽ. 8. മദ്ദുൽ മുൻഫസിൽ. 9. മദ്ദുൽ ആരിൽ. 10. മദ്ദുൽ ലാസിം. 11. മദ്ദുൽ ലി. ഇപ്പുറത്ത് നോക്കൂ. എ അല്ലമൽ ഖുർആൻ. ബി അൽ ഹാഖ. സി വസ്സൈഫ്. ഡി മലായിക. ഇ ഇന്നാ അൻസൽനാഹു. ഓരോന്നിനും യോജിച്ച ഉദാഹരണത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. മദ്ദുൽ മുത്തസിൽ. അതിനെന്താണ് ശരിയായ ഉത്തരം? ഡി മലായിക. ഡി എന്ന് എഴുതുക. 8. മദ്ദുൽ മുൻഫസിൽ. അതിനേതാണ് ശരിയായ ഉദാഹരണം? ഇ ഇന്നാ അൻസൽനാഹു. ഇ എന്ന് എഴുതുക. 9. മദ്ദുൽ ആരിൽ. ശരിയുത്തരം എ അല്ലമൽ ഖുർആൻ. 10. മദ്ദുൽ ലാസിം. ശരിയുത്തരം ബി അൽ ഹാഖ. 11. മദ്ദുൽ ലീൻ. ശരിയുത്തരം സി വസ്സൈഫ്. DEABC. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12. താവ് മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. നമുക്കറിയാം, താവ് മർബൂത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ ഉത്തനീസ് ആണ്. ഹ ഉത്തനീസ് വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അവിടെ പൂരിപ്പിക്കേണ്ടത് ഹ. 13. മദ്ദുല്ലീൻ ഡാഷ് ഖദറായി ചുരുക്കലാണ് നല്ലത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 1 അലിഫിൻ്റെ. മദ്ദുല്ലീൻ 1 അലിഫിൻ്റെ ഖദറായി ചുരുക്കലാണ് നല്ലത്. 14. വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? അതെ, ആരിലായ സുക്കൂൻ. വഖഫിൻ്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നു. 15. ഹ ഉത്തനീസ് ചേർത്തി ഓതുമ്പോൾ ഡാഷിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് തായിൻ്റെ. ഹ ഉത്തനീസ് ചേർത്തി ഓതുമ്പോൾ തായിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. 16.
മദ്ദക്ഷരത്തിനു ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഡാഷ് ഉണ്ടാകുന്നു. ഇവിടെ പൂരിപ്പിക്കേണ്ടത് മദുൽ ആരിൽ. മദ്ദക്ഷരത്തിനു ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ മദുൽ ആരിൽ ഉണ്ടാകുന്നു. 17. ഖുർആനിൽ സക്തയുള്ളത് ഡാഷ് സ്ഥലങ്ങളിലാണ്. ഇവിടെ പൂരിപ്പിക്കേണ്ടത് 4. ഖുർആനിൽ സക്തയുള്ളത് 4 സ്ഥലങ്ങളിലാണ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. സക്തയുടെ അടയാളം. ഉത്തരം സീൻ. ഇതാണ് സക്തയുടെ അടയാളം. 19. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്നതിൽ ലാസിമായ മദ്ദുകളുടെ എണ്ണം. ഇവിടെ മൊത്തം 3 സ്ഥലങ്ങളിലാണ് ലാസിമായ മദ്ദുള്ളത്. അപ്പോൾ ഉത്തരം 3. 20. താവ് മർബൂത്തയുടെ മറ്റൊരു പേര്. ഉത്തരം ഹ ഉത്തനീസ്. 21. വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ എന്ന സക്തയുടെ ആയത്തുള്ള സൂറത്ത്. അതായത് ഈ ആയത്ത് ഏത് സൂറത്തിലാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം സൂറത്തുൽ കഹ്ഫ്. 22. ഐൻ സീൻ ഖാഫ് എന്നതിൽ ഐനിനെ നീട്ടൽ നിർബന്ധമായ അലിഫിൻ്റെ ഖദർ. ഇവിടെ നാം ഐനിനെ ഏത് മദ് ഉപയോഗിച്ചാണ് നീട്ടിയത്? അതെ, മദുല്ലാസിമാണ്. മദുല്ലാസിം എത്ര അലിഫിൻ്റെ ഖദറാണ്? 3 അലിഫിൻ്റെ ഖദറാണ്. അപ്പോൾ ഉത്തരം 3. 24. വആമനഹും മിൻ ഖൗഫ്. ഇതിൽ ഖൗഫ് എന്നതിലെ മദ്. ഉത്തരം മദുല്ലൈൻ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഫത്ഹു തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹറക്കത്തിൻ്റെ ഖദർ നീട്ടണം? ഉത്തരം 2 ഹറക്കത്തിൻ്റെ ഖദർ. 25. അസ്ലിയായ മദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹായിൻ്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നത് ഒഴിവാക്കണം. 26. ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. 27. മദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉത്തരം മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്നു. 28. ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത്? ഉത്തരം ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതാറില്ല. 29. ലീനക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരങ്ങൾ. 30. സക്ത ചെയ്യേണ്ടത് എങ്ങനെ? ഉത്തരം സക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങണം. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. ഓതേണ്ട ക്രമത്തിൽ എഴുതുക. ഇവിടെ നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ ആയത്തുകളും ക്രമത്തിൽ എഴുതണം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഞാനിതിൽ കാണിക്കുന്നത് പോലെ ക്രമത്തിൽ എഴുതിയാൽ മതി. ഇനി അടുത്തത് നോക്കൂ. ഇനി അടുത്തത് അലിഫ് ലാം മീം റാ. അടുത്തത് ഐൻ സീൻ ഖാഫ്. അടുത്തത് ത്വാ സീൻ മീം. 32. യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. ഇവിടെ നോക്കൂ, മദ്ദുൽ ലാസിം ഹർഫിയ്, മദ്ദുൽ ലാസിം കലിമിയ്, മദ്ദുൽ ആരില്, മദ്ദുൽ മുൻഫസിൽ എന്ന് കൊടുത്തിരിക്കുന്നു. മുകളിൽ ഓരോന്നിനും ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. യോജിച്ച ഉദാഹരണങ്ങൾ ഓരോന്നിനും നേരെ എഴുതിയാൽ മതി. ഇപ്പോൾ നോക്കൂ, മദ്ദുൽ ലാസിം ഹർഫിയ്, അതിന് ശരിയായ ഉദാഹരണം അലിഫ് ലാം റാ. അടുത്തത് മദ്ദുൽ ലാസിം കലിമിയ്, അതിന് ശരിയായ ഉദാഹരണം വസ്സാഫാത്തി. അടുത്തത് മദ്ദുൽ ആരിൽ,
അതിന് ശരിയായ ഉദാഹരണം തഅലമൂൻ. അടുത്തത് മദുൽ മുൻഫസിൽ വലാ അഖാഫു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.